ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് വെള്ളരിക്കായോ കുമ്പളങ്ങയോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മോര് തന്നെയാണ് കറി വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കഷ്ണം വെളുത്തുള്ളിയാണ്. അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തില്ല ഒന്നോടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ഇനി കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകുമാണ്. അപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടെ കഴുകി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചച്ചൊവ മാറുന്നിടം വരെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തൈര് ഉടച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. എന്നാലും ചെറിയൊരു പുളിരസം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ മോരുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഉറയൊഴിക്കുന്ന തൈരാണെങ്കിൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരിനേക്കാളും ഉറയൊഴിച്ച് വെക്കുന്ന തൈര് ഉപയോഗിച്ച് മോരുകറി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന പോലെ ഒത്തിരി നീണ്ടിരിക്കുന്ന ഒരു മോരുകറിയല്ല. കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കുന്ന മോരുകറിയാണ്. നമ്മൾ ഒഴിച്ചുകറിയൊക്കെ ആയിട്ട് ഒഴിക്കുന്ന അതുപോലത്തെ ഒരു മോരുകറിയാണ്. അപ്പോൾ ഒത്തിരി കുറുകിയിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തൈരൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ തൈരൊക്കെ ചൂടായി കിട്ടും. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.